സൂര്യയുടെ പുതിയ മൂവിയുടെ കഥ കേട്ടാലോ? തിയേറ്ററിൽ വിമർശനങ്ങൾ ഉണ്ടായ സൂര്യയുടെ അച്ഛൻ വലിയ റൗഡിയായിരുന്നു. അച്ഛൻ ചെയ്ത ജോലി തന്നെയായിരുന്നു സൂര്യയും ചെയ്തിരുന്നത്. എല്ലാവരെയും അടിക്കുകയും എല്ലാവർക്കും സൂര്യയെ പേടിയായിരുന്നു. എന്നാൽ സൂര്യയ്ക്ക് ഒരു ലൈൻ ഉണ്ടാകുന്നു. ഒരു പെണ്ണിനെ അവൻ സ്നേഹിക്കുകയാണ്. ആ പെണ്ണിനെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ റൗഡിത്തരങ്ങളെല്ലാം മാറ്റുകയാണ്. എന്നാലോ അവൻ അച്ഛനോട് എന്തോ ഒരു തെറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അച്ഛൻ വലിയൊരു ശത്രുവാകുകയാണ്. എന്തുകൊണ്ടായിരിക്കാം അവൻ്റെ അച്ഛൻ ശത്രുവായി കാണുന്നത്? നമുക്ക് കഥയിലേക്ക് കടക്കാം. 1960 തൂത്തുക്കുടി എന്ന ഗ്രാമത്തിൽ അവിടെ തിലകൻ എന്ന് പറഞ്ഞ ഒരു റൗഡി ഉണ്ട്. റൗഡി കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് ജീവിക്കുകയാണ്. അവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ പോയി നേർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്. അവരവിടെ നോക്കുമ്പോൾ ഒരാളെ വെടിവെക്കുന്ന സൗണ്ട് കേൾക്കുന്നു. തിലകനും ഭാര്യയും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരാൾ വെടിവെച്ച് ചത്ത് കിടക്കുന്നു. അയാളുടെ താഴെയായിട്ട് ഒരു കുട്ടിയെയും കാണുന്നു. ഈ കുട്ടിയെ കാണുമ്പോൾ തിലകന്റെ ഭാര്യ ആ കുട്ടിയെ എടുക്കുകയാണ്. എന്നാലോ തിലകൻ അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ കുട്ടി ഇവിടെ ഇട്ടേക്കാൻ പറയുന്നു. എന്നാലോ അവൾ പറയാണ്, ആ കുട്ടി കടന്നെടുത്ത് കുറെ മൈപ്പീലികൾ ഉണ്ടായിരുന്നു. കൃഷ്ണൻ എനിക്ക് വേണ്ടി തന്ന കുട്ടിയാണെന്ന് പറഞ്ഞ് ആ കുട്ടിയെ വളർത്തുകയാണ്. ഭാര്യ തിലകനോട് പറയാണ് കുട്ടിക്കൊരു പേര് വെക്കണമെന്ന്. എന്നാൽ തിലകന് കുട്ടി ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്വാമിയെ വിളിച്ചുകൊണ്ട് വന്ന് പേരിടാൻ പറയാണ്. സ്വാമി പറയാണ്, ഈ കുട്ടി നിനക്ക് നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ കുട്ടി ഉണ്ടെങ്കിൽ നിനക്ക് ഭാഗ്യം ഉണ്ടാകും. അപ്പോൾ തിലകന് ആ കുട്ടിയോട് ഇഷ്ടം തോന്നും. കുട്ടിക്ക് പാരിവേൽ കണ്ണൻ എന്നൊരു പേര് കൊടുക്കും. കുട്ടിയോട് അമ്മ പറയുകയാണ്, നിന്നെ എനിക്ക് കിട്ടിയതാണ്, നീ എൻ്റെ കുട്ടിയല്ല എന്നുള്ള സത്യം പറയുന്നു. നീ ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. നീ 10 വയസ്സ് വരെ നീ ചിരിച്ചിട്ടില്ല. നിന്റെ ചിരിച്ച മുഖം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ അവന്റെ അമ്മ മരിച്ചു പോകുന്നു. അച്ഛനെ പോലെ അവനും ഒരു റൗഡിയായി മാറുന്നു. അടുത്ത സീനിൽ 1993 ആഫ്രിക്കയിൽ വെച്ച് ട്രെയിനിൽ കുറച്ച് റൗഡികളെല്ലാം പെട്ടിക്കകത്ത് വില മതിക്കുന്ന മീനുകളെ കടത്തിക്കൊണ്ട് പോകുന്നു. അത് പട്ടാളക്കാർ കണ്ടെത്തുന്നു. ഹീറോയുടെ അച്ഛൻ തിലകന് രണ്ടാമത് കല്യാണമായിരിക്കുന്നു. തിലകൻ ഒരു മകനും കൂടി ഉണ്ട്. തിലകൻ ഇപ്പോൾ ഒരുങ്ങി വന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ തിലകന്റെ മകന്റെ കല്യാണത്തിനാണ്. സ്വന്തം മകനെ ഇത്രയും നന്നായി നിങ്ങൾ നോക്കത്തില്ല, രണ്ടാമത്തെ മകന്റെ കല്യാണത്തിൽ നിങ്ങൾ എത്ര സന്തോഷത്തിലായിരിക്കുന്നതെന്ന് തിലകന്റെ രണ്ടാമത്തെ ഭാര്യ ചോദിക്കുകയാണ്. തിലകൻ പറയണേ, എന്റെ മകൻ ഒരു വളർത്തുമകനാന്ന് നീ പറയരുത്, അവൻ എൻ്റെ സ്വന്തം മകനാന്ന് പറയുന്നു. ഹീറോയുടെ കല്യാണമാണ് ഇന്ന്. റൗഡിത്തരങ്ങളെല്ലാം മാറ്റി സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാനായി പോകുന്നു. ഹീറോയുടെ പരിശുദ്ധമായ പ്രണയം എങ്ങനെ ഉണ്ടായെന്നു കാണിക്കുന്നു. ഹീറോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ഡോഗിന് അസുഖമായിട്ട് ആശുപത്രി കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് ഹീറോയിനിയെ കണ്ടുമുട്ടുന്നത്. ഹീറോയിനിക്ക് ആ പട്ടിയെ കൊടുത്തിട്ട് അവളെ പരിശോധിക്കാനായി പറയുകയാണ്. എന്നാൽ ഹീറോയിനി ചോദിക്കുകയാണ്, നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നീ ചിരിക്കാറില്ലേ? ഇല്ല, എൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുന്നു. അവർ തമ്മിൽ സംസാരിക്കുകയും പിന്നെ സ്നേഹമാകുകയും ചെയ്യുന്നു. അങ്ങനെ പ്രണയിച്ച് അവരിപ്പോൾ കല്യാണം വരെ എത്തിയിരിക്കുന്നു. ഹീറോയിനി പറയുന്നു, എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നിന്റെ റൗഡിത്തരങ്ങളെല്ലാം മാറ്റി നീ നല്ല സ്വഭാവത്തിൽ എത്തണമെന്ന്. അപ്പോൾ ഹീറോ പറയുന്നു, ഞാൻ എൻ്റെ റൗഡിത്തരങ്ങളെല്ലാം മാറ്റാമെന്ന്. കല്യാണത്തിന് ഹീറോയുടെ അച്ഛൻ വരികയാണ്. ഹീറോയുടെ ഫാമിലിയായി എല്ലാവരും സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുകയാണ്. ഹീറോയുടെ മുഖത്ത് ഒരു ചിരി പോലും വരുന്നില്ല. കുഞ്ഞിലെ മുതൽ ഹീറോയ്ക്ക് ഇങ്ങനെയാണ്, ചിരിക്കത്ത് പോലുമില്ല. ഹീറോയുടെ അച്ഛൻ ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഹീറോയോട് ചോദിക്കുവാണ്, ആഫ്രിക്കയിൽ നമ്മൾ കടത്തിക്കൊണ്ട് വന്ന ഗോഡ് ഫിഷിന്റെ കാര്യം എന്തായെന്ന്. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലായിരുന്നു ഗോഡ് ഫിഷുമായിട്ട് ട്രെയിനിൽ വരുന്നത്. അപ്പോൾ ആഫ്രിക്കൻ പട്ടാളക്കാർ അവർ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഗോഡ് ഫിഷിനെ ഒന്നിനെയും കണ്ടില്ല. അത് എവിടെ പോയി എന്ന് ഹീറോയോട് ചോദിക്കുന്നു. നീ അത് എവിടെയാണ് മാറ്റി വെച്ചത്? ഹീറോ പറയാണ്, ആ ചരക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ലാം പോലീസ് പിടിക്കും. ഇപ്പോഴാണ് ഞാൻ എൻ്റെ രുക്കുവിനോട് വാക്ക് കൊടുത്തത്, ഇനി ഒരു പ്രശ്നത്തിനും ഞാൻ ഇടപെടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ ചരക്ക് എവിടെയാണെന്ന് പറയില്ലെന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു, ചരക്ക് എവിടെയാന്ന് വെച്ചാൽ നീ പറ, അതിൽ നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഹീറോയുടെ അച്ഛൻ ദേഷ്യത്തോടെ പറയുകയാണ്. എന്നാൽ ഹീറോ പറയാണ്, എന്തായാലും ആ ചരക്ക് ഇരിക്കുന്ന സ്ഥലം എവിടെയാന്ന് ഞാൻ പറയില്ല. ഇല്ലീഗൽ ബിസിനസ് ഒക്കെ മാറ്റി നോർമലായ ആൾക്കാരെ പോലെ ജീവിക്കണമെന്ന് ഹീറോ പറയുന്നു. നീ കൂടുതലൊന്നും എന്നോട് പറയണ്ട, നീ മര്യാദയ്ക്ക് ആ ഗോൾഡ് ഫിഷ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ച് പറയാനായി അച്ഛൻ പറയാണ്. അല്ലെങ്കിൽ ഈ കല്യാണം തന്നെ ഞാൻ നിർത്തുമെന്ന് പറയുന്നു. ഹീറോയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. അച്ഛന് ദേഷ്യമായിട്ട് കത്തി എടുത്തുകൊണ്ട് വന്ന് രുക്കുവിന്റെ കൈ വെട്ടാനായി ശ്രമിക്കുകയാണ്. എന്റെ കാമുകിയെ തന്നെയാണോ അച്ഛൻ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയാണെങ്കിൽ ഹീറോയുടെ അച്ഛന്റെ കൈ വെട്ടുകയാണ്. ഇത് കണ്ട് ഹീറോയിനിക്ക് ദേഷ്യമായി. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വഴക്കിനും ഒരു പ്രശ്നത്തിനും ഇനി പോകല്ലേ എന്ന്, എന്നിട്ടോ നിന്റെ അച്ഛനെ തന്നെ നീ വെട്ടി, ഇനി നീ കല്യാണം വേണ്ട, ഒരു ചടങ്ങും വേണ്ടെന്ന് പറഞ്ഞ് ഹീറോയിനി ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് പോകുന്നു. ഹീറോയുടെ അച്ഛനും അവരുടെ ടീമിലുള്ളവർക്കും എല്ലാം ഗോൾഡ് ഫിഷ് കിട്ടാത്തത് കൊണ്ട് ടെൻഷനിൽ ഇരിക്കുകയാണ്. ഹീറോയോടും അവർക്കെല്ലാം ദേഷ്യമായിരുന്നു. ഗോൾഡ് ഫിഷ് കടത്തിക്കൊണ്ട് വരാൻ പറഞ്ഞ ആള് പ്രകാശ് രാജാണ്. ഇയാൾ ഒരു മന്ത്രിയാണ്. അതുകൊണ്ട് ഇയാളുടെ പവർ യൂസ് ചെയ്തിട്ടാണ്
വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഹീറോയുടെ കാമുകി കല്യാണം വേണ്ടെന്ന് പറഞ്ഞു പോയതുകൊണ്ട് തന്നെ ഹീറോ സങ്കടത്തിൽ മണ്ഡപത്തിൽ ഇരുന്ന് സങ്കടപ്പെടുകയാണ്. ഹീറോയിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടിടുകയാണ്. ഹീറോയുടെ അച്ഛൻ പറഞ്ഞത് പ്രകാരം ആ ഗോൾഡ് ഫിഷ് ഹീറോ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവനെ അടിച്ചിട്ട് അതെവിടെയാണെന്ന് കണ്ടെത്തണം. എന്നാൽ അവനെ കൊല്ലുവാൻ പാടില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ അവനെ ദിനം അവനെ അടിക്കുകയും അവനെ കൊണ്ട് ചോദ്യം ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്നാലും ഹീറോ അവരെ ഒന്നും അടിക്കാതെ മര്യാദയ്ക്ക് ജീവിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ സ്നേഹിച്ച രുക്കുവിന്റെ കൂടെ ജീവിക്കാനായി. അടിയും ഒരു വഴക്കും ഇനി ഉണ്ടാകില്ലെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. അവിടെയുള്ള പോലീസുകാർ അവനെ ക്രൂരമായി പെരുമാറുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് ശേഷം അവൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണുള്ളത്. അവന്റെ കാമുകി രുക്കുവിനെ കണ്ടെത്തുവാൻ അവൻ ശ്രമിക്കുന്നു. എന്നാൽ പറ്റുന്നില്ല. അവന്റെ അച്ഛനും ഗോൾഡ് ഫിഷ് എവിടെയാണെന്ന് കണ്ടെത്താൻ നോക്കുന്നു. അതുപോലെ തന്നെ രുക്കുവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. പ്രകാശ് പറയാണ് തിലകനോട്, നിന്നോട് എത്ര നാളായി പറയുന്നു, ആ ഗോൾഡ് ഫിഷ് നീ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളെ മിക്കവാറും ആഫ്രിക്കയിലുള്ള പോലീസുകാർ നമ്മളെ പിടിച്ചുകൊണ്ട് പോവുകയും കൊല്ലുകയും ചെയ്യും. അതെങ്ങനെയും കണ്ടെത്തണമെന്ന് പറയുന്നു. ഹീറോയുടെ ഫ്രണ്ട് ഹീറോയെ വന്ന് കാണുന്നു. രുക്കുവിനെ ഞാൻ കണ്ടെത്തി എന്ന് പറയുന്നു. അവൾ ഒരു ഗ്രാമത്തിൽ ക്ലിനിക്ക് തുടങ്ങിയിരിക്കുന്നു. ഹീറോയിനിയുടെ ഫ്രണ്ടിനെ ഉപയോഗിച്ച് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങാനായി തീരുമാനിക്കുന്നു. അതിനുവേണ്ടി SP സാറിനോട് അവൻ പറയുവാണ്, ഗോൾഡ് ഫിഷ് എവിടെ ഇരിക്കുന്നതെന്ന് പറയാമെന്ന് പറയുന്നു. ഹീറോ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഹീറോയുടെ അച്ഛൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഹീറോയെ തല്ലുവാനായി കുറെ ആളുകളെ ഇറക്കുന്നു. ഹീറോയെ അവരെല്ലാരും കൂടി അടിക്കുകയാണ്. എന്നാൽ ഹീറോ അവരെല്ലാം അടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ജയറാമിനെയാണ്. അവനൊരു വൈദ്യനായിരുന്നു. ചിരിക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നവനായിരുന്നു. അവനാണെങ്കിൽ ജയിലിൽ പോയി അവിടെയുള്ള ആൾക്കാരെ ചിരിപ്പിക്കുകയും സന്തോഷത്തോടെ ആക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഹീറോയുടെ മുഖത്ത് മാത്രം എപ്പോഴും സങ്കടമായിരുന്നു. അത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അത് കണ്ടതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് നമ്പർ കൊടുക്കുകയാണ് ജയറാം. ആ നമ്പരും അഡ്രസ്സും കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് ഹീറോ പോകുന്നു. അവിടെ ചെന്നിട്ട് ജയറാമിനെ കാണുന്നു. അവനോട് പറയുകയാണ്, എൻ്റെ കാമുകി രുക്കുവിനെ കണ്ടുവെത്തണം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡോക്ടറായിട്ട് ഞാൻ അഭിനയിക്കാം. ആ ക്ലിനിക്കിലേക്ക് അവൻ പോകുകയാണ്. അവിടെ പുതിയ ക്ലിനിക്ക് തുടങ്ങുന്നു. രുക്കുമണിയെ കാണുവാനായി ഹീറോ ഒരു മുയലിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. എന്നാൽ അവൾ പറയുകയാണ്, എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറയുന്നു. ഞാൻ ജയിലിൽ പോയിട്ട് എൻ്റെ സ്വഭാവം എല്ലാം മാറ്റി. ഇനിയിപ്പോൾ ആരോടും ഒരു ശത്രുതയില്ല. ആരും ഞാൻ തല്ലുകയോ കൊല്ലുകയോ ചെയ്യില്ലെന്ന് പറയുന്നു. എന്നാൽ രുക്കുമണി പറയുന്നു, നിന്റെ സ്വഭാവം മാറ്റിയെന്ന് വിശ്വസിക്കാനായി ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരെ എല്ലാം നീ ചിരിപ്പിക്കണമെന്ന് പറയുന്നു. എന്നാൽ ഹീറോ എല്ലാവരെയും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോയ്ക്ക് അത് പറ്റുന്നില്ല. രാജവേൽ എന്ന ഒരാൾ നാട്ടുകാരെ എല്ലാം കൺട്രോൾ ആക്കി വെച്ചിരിക്കുന്നു. അവന്റെ അടിമയായിരിക്കുന്നത് കൊണ്ട് തന്നെ അവരാരും ചിരിക്കുന്നില്ല. ഈ കാര്യമൊന്നും ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ആ ഗ്രാമത്തിലുള്ള റൗഡി പയ്യൻ കാട്ടിലെ മാനെ വെടിവെക്കുന്നു. അവിടുത്തെ ക്ലിനിക്കിലേക്ക് അവൻ കൊണ്ടുപോകുന്നു. ഹീറോയിനെയാണ് പരിശോധിക്കാൻ വരുന്നത്. എന്നാൽ ആ റൗഡി മോശമായി അവളോട് പെരുമാറുന്നു. ഇത് കണ്ട ഹീറോ അവനോട് ദേഷ്യപ്പെടാതെ സോഫ്റ്റായി സംസാരിക്കുന്നു. ഇത് കാണുമ്പോൾ ഹീറോയിനിക്ക് അവനോട് സ്നേഹം തോന്നുന്നു. അവന്റെ സ്വഭാവം എല്ലാം മാറ്റി സമാധാനത്തോടെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അവനോട് അവൾക്ക് വീണ്ടും സ്നേഹം തോന്നുന്നു. അടുത്ത സീനിൽ തിലകനെ കാണിക്കുന്നു. തിലകന് രുക്കുമണി എവിടെ ഉള്ളതെന്ന് അറിയുന്നു. അവൾ ഉള്ള സ്ഥലത്ത് തന്നെ ഹീറോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനായി തീരുമാനിക്കുന്നു. അടുത്ത സീനിൽ രാജുവേലിന്റെ മകനെ കാണിക്കുന്നു. ഇതാണ് ഈ കഥയിലെ വില്ലൻ. ഇവനും ഇവന്റെ അച്ഛനും അവിടെയുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാരെ എല്ലാം അടിമയായി വെച്ച് അവരുടെ പൈസയെല്ലാം ദൂർത്തടിച്ച് തീർക്കുന്നു. അവിടെ അടിമകളായ ആൾക്കാർ എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് മോചിതയാകുന്നത് എന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നു. നമ്മളെ രക്ഷിക്കാനായി ദൈവം ഇങ്ങോട്ടേക്ക് വരുമെന്ന് അവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നു. അടുത്ത സീനിൽ ഇവരെങ്ങനെ അടിമയായെന്ന് കാണിക്കുന്നു. 1960-ൽ റബ്ബർ ഫാക്ടറി ജോലി ചെയ്യാൻ വന്നവരെയെല്ലാം അടിമയാക്കിയിരിക്കുന്നു. ഇവിടെയുള്ള അടിമകളെല്ലാവരും അവരുടെ പൈസ കൊണ്ട് ഒരു അമ്പലമുണ്ടാക്കി. തങ്കത്തിൽ ഒരു ശൂലമുണ്ടാക്കി. രാജവേൽ ആ ശൂലം എടുത്തുകൊണ്ട് വന്നു. സ്വാമി അവിടെ ശൂലം വെക്കാൻ തയ്യാറായിരുന്നില്ല. കൃഷ്ണഭഗവാന്റെ മകൻ അവിടെ വരണം, അവൻ ശൂലം വെക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന കുട്ടികളെയെല്ലാം രാജവേൽ അവരെയെല്ലാം കൊല്ലുന്നു. രാജവേലിന്റെ മകന് മനസ്സിലാകുന്നു ഹീറോ ആരായിരുന്നു എന്ന്. ഹീറോയെ അടിക്കാൻ അവിടെ കുറെ ആൾക്കാർ വരികയാണ്. ഹീറോ അവരെല്ലാം അടിച്ച് ശരിയാക്കുകയാണ്. ഇത് കാണുമ്പോൾ ഹീറോയിനി പറയുകയാണ്, നിന്റെ സ്വഭാവം എതിരായി മാറ്റിയില്ലോ, ഇനി നിന്റെ പുറകെ ഞാൻ വരില്ല എന്ന് പറയുന്നു. അപ്പോൾ ഹീറോ പറയുന്നു, എൻ്റെ സ്വഭാവം മാറാൻ പോകുന്നില്ല, എന്തായാലും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ, എന്തായാലും നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഹീറോയിനിയെയും കൊണ്ട് ഹീറോ പോകുന്നു. ഹീറോയാണെങ്കിൽ ആ ഗ്രാമത്തിലെ മത്സരത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ വില്ലൻ പറയുന്നു, മൈക്കിളിനെ നീ കൊല്ലാൻ വേണ്ടി. അപ്പോൾ ഹീറോ മൈക്കിളിനെ കൊല്ലുന്നു. അവിടുത്തെ ഗ്രാമവാസികൾ ഇവരുടെ കീഴിലാണെന്നൊന്നും ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഇത് കാണുമ്പോൾ കിങ് അവന്റെ കൂട്ടത്തിൽ ചേർക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ അച്ഛൻ പറഞ്ഞിരുന്നു, ഗോൾഡ് ഫിഷ് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഹീറോയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇവൻ കൂട്ടുകൂടിയിരിക്കുന്നത്. ഹീറോയെ അടിക്കാൻ കുറെ ആൾക്കാർ വരികയാണ്. ഹീറോ രക്ഷപ്പെടുവാനായി പുഴയിലേക്ക് ചാടുകയാണ്. എന്നാൽ ഹീറോയുടെ അമ്മ വന്ന്
ഹീറോയോട് പറയുവാണ് ഈ നാട്ടിലുള്ള ആൾക്കാരെയെല്ലാം നീ രക്ഷിക്കണമെന്ന് പറയുന്നു. ഹീറോയ്ക്ക് അങ്ങനെ തോന്നുകയാണ്. ഹീറോ തിരിച്ചു വന്ന് നീ എന്നെയാണ് അവിടെ അടിക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് അവരെ അടിച്ച് ശരിയാക്കിയാണ്. എന്നാലോ അവിടുത്തെ അടിമകളായ മനുഷ്യർ എല്ലാവരും ഹീറോയെ കണ്ട് അവിടുത്തെ ദൈവമായി കാണുന്നു. ഹീറോ വിചാരിക്കുകയാണ് ഈ നാട്ടിലുള്ളവരെല്ലാവരും എന്നെ എന്തിനാണ് ദൈവത്തെ പോലെ കാണുന്നതെന്ന്. അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് അറിയുന്നത്. നീ ഈ നാട്ടിലുള്ള ആളായിരുന്നു, ഇവിടെ ജനിച്ചതായിരുന്നു, എന്നാൽ രാജവേൽ നിന്നെ കൊല്ലുമായിരുന്നു. അതുകൊണ്ടാണ് ആ അമ്പലത്തിന്റെ മുന്നിൽ നിന്നെ വെച്ചത്. നീയാണ് ഞങ്ങളെ രക്ഷിക്കാൻ വന്നത്. അപ്പോൾ ഹീറോയ്ക്ക് എല്ലാ കാര്യവും മനസ്സിലാകുന്നു. ഇവിടെയുള്ള ആൾക്കാരെ എല്ലാം രക്ഷിക്കണമെന്ന് ഹീറോ തീരുമാനിക്കുന്നു. എന്നാലോ ഹീറോയുടെ അച്ഛനാണെങ്കിൽ ഹീറോയിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഗോഡ് ഫിഷ് എവിടെയാണെന്ന് പറ, അല്ലെങ്കിൽ അവളെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. ഹീറോ കിങ്ങിനെ വെച്ച് ഹീറോയിനിയെ രക്ഷിക്കുന്നു. അടുത്ത ദിവസം കിങ് പറഞ്ഞ മത്സരത്തിൽ ഹീറോ മത്സരിക്കുന്നു. അവിടേക്ക് ഒരാൾ കടന്നു വരുന്നു. ഹീറോ അവനെ അടിച്ച് ശരിയാക്കുന്നു. ഹീറോ പറയാണ് ഞാൻ രണ്ടുപേരെ കൊല്ലാൻ പോവാണ്, ഒന്ന് കിങ് മറ്റൊന്ന് മൈക്കിൾ എന്ന്. ഇത് കേൾക്കുമ്പോൾ കിങ് പെട്ടെന്ന് ഞെട്ടുന്നു. എന്നെ തന്നെ ഇവൻ കൊല്ലുവാനായി പോകുകയാണോ? ഹീറോ അവന്റെ ഫ്ലാഷ് ബാക്ക് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴാണ് രാജുവൽ പറയാണ് ഇത്രയും നാളും ഞാൻ കണ്ടുപിടിക്കാതിരുന്നത് നിന്നെയാണോ? നിന്നെ കൊല്ലുവാനല്ലേ ഇത്രയും നാളും ഞാൻ ശ്രമിച്ചിരുന്നത്. മൈക്കിളിനെ ഹീറോ അടിച്ചു ശരിയാക്കുന്നു. രാജുവൽ പറയാണ് ഈ അടിമകളുടെ മുന്നിൽ വെച്ച് മരിക്കുവാൻ എനിക്ക് താല്പര്യമില്ല, അവരുടെ മുന്നിൽ വെച്ച് ഞാൻ തന്നെ മരിക്കാമെന്ന് പറഞ്ഞ് അവർ സ്വയമേ ഷൂട്ട് ചെയ്ത് മരിക്കുന്നു. ഹീറോ ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെ എല്ലാം രക്ഷിക്കുന്നു. ഹീറോ രുക്കുവിനെ കണ്ട് പറയുകയാണ് ഈ ഗ്രാമത്തിലുള്ളവരെയെല്ലാം എനിക്ക് രക്ഷിക്കാനായി പറ്റി. ഇത്രയും നാൾ ഞാൻ റൗഡി ആയിരുന്നു, ഇന്ന് എല്ലാവരെയും രക്ഷിക്കാൻ പറ്റി. എൻ്റെ അച്ഛനെയും സ്വന്തം അച്ഛനെയും അമ്മയെയും ഈ ഗ്രാമത്തിൽ വന്നതുകൊണ്ട് എനിക്ക് കണ്ടുമുട്ടാൻ പറ്റി എന്ന് പറഞ്ഞ് ഹീറോ സങ്കടപ്പെടുകയാണ്. അങ്ങോട്ടേക്ക് തിലകനും ും ഒന്ന് ചേർന്നിട്ട് ഹീറോയിനെ കൊല്ലുവാനായി അങ്ങോട്ടേക്ക് വരികയാണ്. ഹീറോ പറയാണ് ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് എനിക്കറിയാം. ഹീറോയിനിയോട് ഹീറോ പറയുകയാണ് ഇന്ന് മാത്രമേ ഞാൻ പ്രശ്നമുണ്ടാക്കിയുള്ളൂ, ഇനി മുതൽ ഞാൻ നല്ലവനായിരിക്കും, നിന്നെ മാത്രം സ്നേഹിക്കുന്നവനായിരിക്കും, ഒരു പ്രശ്നത്തിന് ഇടപെടില്ലെന്ന് പറഞ്ഞ് അമ്മയെ തൊട്ട് സത്യം ചെയ്യുകയാണ്. അങ്ങോട്ടേക്ക് തിലകനും അവരുടെ കൂട്ടാളികളുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അടിയും വഴക്കും ഉണ്ടാക്കാതെ എങ്ങനെയാണ് ഇവരോട് മല്ലിടുന്നതും ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് ഹീറോ രക്ഷിക്കുന്നത്. അപ്പോൾ തന്നെ മറ്റൊരു ട്വിസ്റ്റ് കാണിക്കുകയാണ്. ആ ഗോഡ് ഫിഷ് യഥാർത്ഥത്തിൽ ഒരു മീനല്ല, പകരം അതൊരു ഇല്ലീഗലായി കൊണ്ടുവന്ന വെടിമരുന്നുകളും തോക്കുകളുമായിരുന്നു. ആ നാട്ടിലുള്ള ആൾക്കാരുടെ കയ്യിൽ ആയുധങ്ങളും വെടിമരുന്നുകളും കൊടുക്കുന്നു. അവരെ ഷൂട്ട് ചെയ്യാൻ വന്നവരെല്ലാവരും ഇത് കണ്ട് ഞെട്ടി. എന്നാലോ അവിടെയുള്ളവരെല്ലാവരും കൂടെ വെടിവെക്കുകയാണ്. എന്നാൽ ആ നാട്ടുകാരെല്ലാം പേടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ അമ്മ അവിടേക്ക് വരുന്നതായി അവർ എല്ലാവരും കാണും. അമ്മയുടെ ആത്മാവ് അവിടെ സ്ഫോടനമുണ്ടാക്കുന്നു. അമ്മ ചിരിക്കുന്നത് കാണുമ്പോൾ അവിടെ നാട്ടുകാരെല്ലാവരും ചിരിക്കുന്നു. ആ നാട്ടുകാർക്ക് ശാപമോക്ഷം കിട്ടുന്നു. അടിമയായി ഇത്രയും നാൾ നിന്നതായിരുന്നല്ലോ, അവരുടെ മുഖത്ത് പുഞ്ചിരി വരുന്നു. വില്ലന്മാരെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഹീറോയുടെ അച്ഛനും ഉണ്ടായിരുന്നു. ഹീറോയുടെ കല്യാണമാണ് ഇപ്പോൾ. ഹീറോയുടെ അച്ഛനും നാട്ടുകാരും എല്ലാവരും അവിടെയുണ്ട്. അവരെല്ലാവരും സന്തോഷിക്കുകയാണ്. എന്നാൽ ഹീറോയുടെ അച്ഛന് മാത്രം സന്തോഷമുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ ഒരു കോമഡി പറയുന്നു. അവരുടെ കയ്യിലെല്ലാം വെടിവെക്കാൻ ആയുധങ്ങൾ കൊടുത്തില്ലേ, അതെല്ലാം ഡെമ്മികളായിരുന്നു, അമ്മയുടെ കയ്യിൽ ഇരുന്നത് മാത്രമായിരുന്നു ഒറിജിനൽ എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നാട്ടുകാരെല്ലാവരും ചിരിക്കുന്നു. അവന്റെ അച്ഛനും ചിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷമാകുന്നു. ഇതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. തിയേറ്ററിൽ മോശം അഭിപ്രായം നേടിയ സിനിമയായിരുന്നു. എങ്കിലും എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.